പരിശുദ്ധ ഖുർആനിലെ അത്ഭുതം നിറഞ്ഞ 5 ആയത്തുകൾ, മനോഹരമായൊരു സൂറത്തിൻ്റെ ഭാഗമാണ് ഈ 5 ആയത്തുകൾ എന്ന് പറയുന്നത്. ഈ ആയത്തുകൾ സാധാരണ ആയത്തുകളേക്കാൾ വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ മുഴുവൻ തന്നെ ശ്രേഷ്ഠതയുള്ളതാണെങ്കിലും ചിലതിനേക്കാൾ വലിയ പ്രത്യേകതയുള്ളതാണല്ലോ. അങ്ങനെയുള്ള 5 ആയത്തുകളാണിത്. ശരീരം വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലേ? പ്രഷറില്ല, ഷുഗറില്ല, അല്ലെങ്കിൽ അതൊക്കെ നോർമലാണ്, എന്നാലും തളർച്ച മാറുന്നില്ല. രാവിലെ മുതൽ ഭയങ്കര തളർച്ച, ഉറങ്ങിയാലും മാറുന്നില്ല, ഭയങ്കര പ്രയാസം അല്ലേ? അങ്ങനെ ബുദ്ധിമുട്ടുന്ന, വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഈ 5 ആയത്ത് ഞാൻ ഈ പറയുന്നത് പോലൊന്ന് പതിവാക്കി നോക്കിയേ. ആ വേദനയും തളർച്ചയും ഇല്ലാതാകും. എത്ര വലിയ കൂടോത്രവും എത്ര വലിയ പൈശാചികതയും നിങ്ങൾക്ക് മേലെ ആര് പ്രയോഗിച്ചാലും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. അങ്ങനെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് കിട്ടാൻ പറ്റിയ, ആ ദുനിയാവും ആഖിറവും നേടിയെടുക്കാൻ പറ്റിയ അതിവിശിഷ്ടമായ 5 ആയത്തുകൾ ഏതാണെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? റെഡിയല്ലേ നിങ്ങൾ? അപ്പോൾ ഈ ആഴ്ചയിലെ വിജയാരാണെന്നറിയണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവും വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഓട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ് പലപ്പോഴും സ്വഭാവ ഹെയർ ചെയ്യണതൊക്കെ, നല്ല തിരക്ക് പിടിച്ച നിമിഷങ്ങൾ. എന്നാലും നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ടാണ് അള്ളാഹു തന്ന ആഫിയത്ത് കൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നത്. പലപ്പോഴും ഉറക്കം പോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല, എന്നാലും സ്വഭാവുൽ ഖൈർ മുടങ്ങരുത് എന്നുള്ള അതിയായ ആഗ്രഹമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സ്വഭാവുൽ ഖൈറിനെ സ്നേഹിക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, പടച്ചോനെ പ്രണയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു 5 ആയത്ത് പഠിപ്പിച്ചു തരാം. ഇത് വെറും ആയത്തല്ല. ഈ 5 ആയത്തുകളിൽ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ ഈമാനിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴികളുണ്ട്, എല്ലാ വേദനക്കും പ്രയാസത്തിനും ശമനം തരുന്ന അത്ഭുതങ്ങളുടെ കലവറയായ 5 ആയത്ത്. ആദ്യം ഈ ആയത്ത് ഏത് സൂറത്തിലാണുള്ളത് നമുക്കൊന്ന് പഠിച്ചാലോ? ഏത് സൂറത്തിലാണ് ഈ ആയത്തുള്ളതെന്നറിയോ? ഈ ആയത്തുള്ളത് സൂറത്തുൽ ബഖറയിലാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം അല്ലേ? ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ബഖറയാണ്. ഏതാണ്ട് 286 ആയത്തുകളുള്ള 2 ജുസുകൾ കടന്നു വരുന്ന അതിവിശിഷ്ടമായ സൂറത്താണ് സൂറത്തുൽ ബഖറ. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിൽ എത്ര പേര് സൂറത്തുൽ ബഖറ പതിവാക്കുന്നുണ്ട്? ബഖറയൊക്കെ ഓതാൻ പറ്റും ഉസ്താദേ, ഭയങ്കര ദൈർഘ്യമുള്ള സൂറത്തല്ലേ എന്നാണ്. അതിൽ നിന്ന് ഒരു പേജെങ്കിലും പതിവാക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? വിരളാണ്. അതായത് ഈ ഉമ്മത്ത് പ്രത്യേകം പതിവാക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ബഖറ. ഇപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടോ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണോ, നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതണം, അതിൽ ബറക്കത്തുണ്ട് എന്നാണ്. ഞാൻ പല ഘട്ടങ്ങളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോടീശ്വരനാകണം അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ആയിക്കൂടായികയില്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണമെന്നാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്വഭാവുൽ ഖൈർ കേൾക്കുന്നതിൽ അതിസമ്പന്നരായ ആളുകളുണ്ട്, പാവപ്പെട്ട ആളുകളുണ്ട്, 3 നേരം ശരിക്കും ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ പങ്കെടുപ്പിക്കുന്ന മജ്ലിസാണ് നമ്മുടെ സ്വഭാവുൽ ഖൈർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സമ്പത്ത് ഒരുപാടുള്ളത് കൊണ്ട് മാത്രം കിട്ടുന്നൊരു സാധനമല്ല സമാധാനം. ഈ കേൾക്കുന്ന അതിസമ്പന്നരായ ആളുകൾക്കും പറയാനുള്ളത് സമാധാനമില്ല എന്ന് പറയാനുണ്ടാവും, പാവപ്പെട്ടവനും ഉണ്ടാവും. അപ്പോൾ ഇവിടെ സമ്പത്തുണ്ടോ സമ്പത്തില്ലേ എന്നൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ബറക്കത്തുണ്ടോ? സമ്പത്തുള്ളവന് സമാധാനം ഉണ്ടാവും, സമ്പത്തില്ലാത്തവന് സമാധാനം ഉണ്ടാവും, പട്ടിണിയാണെങ്കിലും സമാധാനം കിട്ടും. അപ്പോൾ ബറക്കത്ത് പടച്ചോൻ തരണോ? അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കണം. നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് മാത്രം ബറക്കത്ത് ഉണ്ടാവില്ല ഇല്ലേ? ബറക്കത്ത് ആര് തരണം? അള്ളാഹു തരണം. അപ്പോൾ അതിന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എൻ്റെ ഉമ്മത്ത് സൂറത്തുൽ ബഖറ പതിവാക്കണം, അതിൽ ബറക്കത്തുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഡെയിലി യാസീൻ ഓതാറുണ്ട്, വാഖിഅ ഓതാറുണ്ട്, തബാറക ഓതുന്നവരുണ്ട്, അതുപോലെ തന്നെ ലൗ അൻസൽന ഓതുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി പല അധ്യായങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ വീട്ടിൽ പതിവായി ഓതുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ലാത്തൊരു സൂറത്താണ് ഏത്? സൂറത്തുൽ ബഖറ. ഉസ്താദെ മൊത്തം ഓതൽ നടക്കുമോ? ഞാൻ അതിലേക്ക് വരാം. അതായത്
ഈ സൂറത്ത് ഹബീബായ തങ്ങൾ പറയും ഇത് ഓതാത്തവർ പരാജയപ്പെട്ടു, ഒരു തോറ്റുപോകുന്നതാണ്. ഏറ്റവും വലിയ പരാജയം എന്താ? എന്തൊക്കെ ഉണ്ടെങ്കിലും സ്വസ്ഥതയില്ലാതെ പോലല്ലേ ഇല്ലേ? അതിസമ്പന്നനാണ്, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണില്ല, അവനെ പിന്നെ എന്തിനു കൊള്ളാം? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ. ഞാൻ പലപ്പോഴും ഇപ്പോൾ ഈ ആഴ്ചയും കൂടെ ഒരു കല്യാണത്തിന് പങ്കെടുത്തു. യാ റബ്ബി, വല്ലാതെ വേദനിപ്പിക്കുന്ന കല്യാണങ്ങളല്ലേ. ശക്തമായിട്ട് അവിടെ ഞാൻ പറഞ്ഞു, പക്ഷേ ഒരു പരിധിക്കപ്പുറം ആ കല്യാണ വീട്ടിൽ എല്ലാവരെയും അപമാനിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റൂലല്ലോ. ചിലപ്പോൾ അതിലൂടെ അവരുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയാലോ എന്ന് പേടിച്ചിട്ട് മയത്തിൽ എന്ന ശക്തമായി തന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കല്യാണ വീട്ടിൽ കാണിക്കണത്. എന്നിട്ട് നിങ്ങൾ ഏത് വലിയ തങ്ങളെ കൊണ്ടൊന്ന് ദ്വാരപ്പിച്ചാലും, എത്ര വലിയ ആലിമിനെ ഉസ്താദിനെ കൊണ്ടൊന്ന് ദ്വാരപ്പിച്ചാലും ആ ദ്വായിന് എന്ത് കാര്യം ഇല്ലേ? നിങ്ങൾ കോഴിക്കോടേക്ക് ബസ് കയറിയിട്ട് പടച്ചോനെ എന്നെ കൊച്ചിയിലെത്തിക്കണേ എന്ന് ദ്വാരക്കണ പോലെയാണത്. ആ കല്യാണത്തിൽ ബറക്കത്ത് അല്ലാഹു ഇറക്കിത്തരണമെങ്കിൽ, മലക്കുകൾ അവിടെ വന്ന് ആമീൻ പറയണമെങ്കിൽ മാന്യമായി നടത്തേണ്ട മക്കളെ ഇല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ സൂറത്തുൽ ബഖറ ഡെയിലി കടന്നു വന്നാൽ ബറക്കത്തൻ. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതാണ്. എന്തിനേറെ, ഒരു രാത്രിയിൽ സൂറത്തുൽ ബഖറ ഓതിയാൽ 3 ദിവസത്തേക്ക് പിശാച വീട്ടിൽ കയറൂല. 3 ദിവസത്തേക്ക് പിശാച വീട്ടിൽ കയറൂലെന്നേ. അതിലപ്പുറം വലിയ ഭാഗ്യം എന്താ വേണ്ടത്? പിശാച് കയറാത്ത വീടല്ലേ സ്വർഗം അല്ലേ? നമ്മൾ ഓതേണ്ട പോലെ തന്നെ ഓതണം കേട്ടോ അല്ലേ? ഇഖ്ലാസോടെ തജ്വീദോടെ അള്ളാഹിനെ പ്രണയിച്ച് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് ആ ഒരു പടച്ചോനെ കാണണം എന്നുള്ള കൊതിയോടുകൂടെ ഓതണം. അല്ലാതെ വെറുതെ കടത്ത് കഴിക്കാൻ വേണ്ടി ഓതിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ 3 ദിവസം ആ വീട്ടിലേക്ക് ശൈത്താൻ കയറൂല്ലാന്ന് നമുക്ക് മനസ്സിലാവുണ്ടോ? ശൈത്താൻ കയറാത്ത വീട്, ആ വീട്ടിൽ പിന്നെ സമാധാനമല്ലേ. പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു സംഗതി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് സ്നേഹത്തോടെ ഇരിക്കുന്നതാണ്. ഇത് ശൈത്താൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ കുടുംബ ബന്ധം തെറ്റിക്കാനായിട്ട് പല പണിയെടുക്കും. അമ്മായിയമ്മയുടെയും മരുമക്കളുടെയും മനസ്സിൽ പണിയെടുക്കും. എടുക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, അമ്മായിയമ്മയെ തെറ്റിക്കുന്ന വേദനിപ്പിക്കുന്ന മരുമകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചില കമൻറ്റ് കണ്ടു. ഉസ്താദേ, മരുമക്കളെ വേദനിപ്പിക്കുന്ന അമ്മായിയമ്മക്ക് ശിക്ഷയില്ല എന്നാണ്. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഒരാളും വെറുതെ വിടൂല. അതായത് മക്കൾക്ക് വാപ്പാടെയും ഉമ്മാടെയും പൊരുത്തം വേണം, എന്നാൽ വാപ്പാക്കും ഉമ്മാക്കും മക്കളുടെ പൊരുത്തം വേണം. എന്ന് പറഞ്ഞാൽ മക്കളെ നല്ല നിലക്ക് വളർത്തേണ്ട കടമ വാപ്പാക്കും ഉമ്മാക്കുമാണ്. മക്കളെ പൊരുത്തം വേണമെന്ന് പറഞ്ഞാൽ മക്കൾ വാപ്പ ഒരു കഞ്ചാവ് പൊരിക്കാൻ 10 രൂപ കൊണ്ടുവന്ന് അത് കൊടുത്തില്ലെങ്കിൽ കിട്ടുന്ന പൊരുത്തക്കേടല്ല ഞാൻ പറയണത്. മക്കളെ നല്ല നിലക്ക് വളർത്തിയില്ലെങ്കിൽ മക്കളെ പൊരുത്തക്കേട് ആർക്ക് കിട്ടും? പാപ്പാക്ക് കിട്ടും. കാരണം നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ മക്കളിങ്ങനെ നരകത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് പറയും, പടച്ചോനെ എൻ്റെ വാപ്പാനും ഉമ്മാനും എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് ഒന്ന് ഇട്ട് തന്നേ, ഞാനൊന്ന് ചവിട്ടിക്കൂട്ടട്ടെ അല്ലാ എന്ന് മക്കൾ പറയുന്ന പരിശുദ്ധ ഖുർആൻ. അപ്പോൾ എത്രമേൽ ഗൗരവമുള്ളൊരു വിഷയമാണത്. അതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പൊരുത്തം വേണം, ഭർത്താവിനോ ആരുടെ പൊരുത്തം വേണം? ഭാര്യയുടെ പൊരുത്തം വേണം. മരുമോൾക്ക് അമ്മായിയമ്മയുടെ പൊരുത്തം വേണം, അമ്മായിയമ്മക്കോ മരുമോക്കടെ പൊരുത്തം വേണം. മനസ്സിലായോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, പരസ്പര പൂരകമാണത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ വീട്ടിലെ പൈശാചികതകളൊക്കെ വിട്ടുപോകാൻ ഈ പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ ഈ ബന്ധങ്ങളെയൊക്കെ തെറ്റിക്കലാണ്. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ തെറ്റാതിരിക്കാനും കൂടെ നെയ്യത്താക്കിയിട്ട് വേണം നമ്മൾ സൂറത്തുൽ ബഖറ ഓതാനായിട്ട്. അപ്പോൾ ആ വീട്ടിൽ അടി കുറയും, ഇടി കുറയും, പ്രശ്നങ്ങൾ കുറയും, സമാധാനം ഉണ്ടാവും. 3 ദിവസത്തേക്ക് ശൈത്താൻ അടുക്കൂല. ബറക്കത്തിനെ അത് വലിച്ചു കൊണ്ടുവരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വീട്ടിൽ പൈശാചികത ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വിട്ടുമാറാത്ത രോഗം ചില ആളുകളുണ്ട്. രോഗം എന്ന് പറഞ്ഞ രോഗം ഇതിങ്ങനെ മാറണില്ല. ഹോസ്പിറ്റലിൽ പോകും വരും ഇത് തന്നെ വിട്ടുമാറാത്ത തലവേദന, ഭയങ്കര ശരീരത്തിൽ ചൊറിച്ചിലാണ്. സ്കിൻ ഡോക്ടേഴ്സിനെ കാണിച്ചു, മാറുന്നില്ല. ടെൻഷനാണ്, മൂഡ് ഓഫാണ്, ഒന്നും ചെയ്യാൻ തോന്നണില്ല, ആകെപ്പാടെ ഇടങ്ങേറാൻ. അതിൻ്റെ ഒരു പ്രധാന കാരണം ശൈത്താനാണ്. നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതിക്കോ, ബറക്കത്തിനത് വലിച്ചുകൊണ്ട് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉസ്താദേ, ഇതിപ്പോൾ എപ്പോഴും നമുക്ക് സൂറത്തുൽ ബഖറ പതിവാക്കാൻ പറ്റൂലല്ലോ. പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് മഹാന്മാരൊരു എളുപ്പ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് വേണ്ട. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 5 ആയത്ത്, സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 5 ആയത്ത് വളരെ എളുപ്പമാണ് മനപ്പാടാക്കാനല്ലേ. അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന 1-ാമത്തെ ആയത്ത് 2, 3, 4, 5 അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നമുക്ക് ഓതാം. അപ്പോൾ ഏതായാലും ഈ സൂറത്ത് ഒരാൾ മനപ്പാടാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കും എന്നാണ്.
നമ്മുടെ കുഞ്ഞുങ്ങളേക്ക് ഇത് മനപ്പാടാക്കിപ്പിക്കണം, ഡെയിലി ഇത് ഓതിപ്പിക്കണം. നമ്മളിപ്പോൾ ഹദ്ദാദ് ചൊല്ലുമ്പോൾ അതിൻ്റെ ആദ്യത്തിൽ ഈ ആയത്തുകൾ ഓതാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഡെയിലി ഓതിക്കഴിഞ്ഞാൽ മനപ്പാടാക്കി കഴിഞ്ഞാൽ തന്നെ ഗ്രാസ്പിംഗ് പവർ, മെമ്മറി പവർ കൂടും. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ബുദ്ധിയുള്ളവരാകും. നമുക്ക് തന്നെ എല്ലാം മറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ആ മറവിയൊക്കെ നീങ്ങും. ഭയങ്കര അടിപൊളിയായി നമ്മുടെ ലൈഫ് മാറുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ശരീരത്തിന് എപ്പോഴും ക്ഷീണമാണ് ഇല്ലേ, തളർച്ചയാണ്. ഉറങ്ങിയിട്ടും ഉറക്കം മാറുന്നില്ല. ഞാൻ എപ്പോഴും പറയണ പോലെ ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും, മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും, B12 ഡെഫിഷ്യൻസി ഉണ്ടാവും, അല്ലെങ്കിൽ വൈറ്റമിൻ K2 ഡെഫിഷ്യൻസി ഉണ്ടാവും. അല്ല, ഇതൊക്കെ നോർമലാണ്. എന്നാലും ക്ഷീണം മാറണില്ല. അവിടെ ശൈത്താൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ശൈത്താൻ അതിൻ്റെ ഇടയിൽ കയറുന്നുണ്ട്, ശൈത്താനീയത്തുണ്ട് ആ വീട്ടിൽ. അപ്പം അങ്ങനെയുള്ള സംഗതികളൊക്കെ മാറിപ്പോകുന്നത് ഈ സൂറത്തുൽ ബഖറയിൽ ആദ്യത്തെ 5 ആയത്ത് പതിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഭയങ്കര ഊർജ്ജസ്വലത കിട്ടും, നല്ല ഉണർവ് കിട്ടും, ഉഷാറാവും. പരീക്ഷയൊക്കെ എടുക്കാറാകുമ്പോൾ പിള്ളേരോട് ഡെയിലി നിങ്ങളിത് ഓദിക്കോ, സ്കൂളിൽ പോണതിന് മുമ്പ് ഇതൊന്ന് ഓദിക്കോ. നല്ല മെമ്മറി പവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാവും. പിന്നെ ഹൃദയത്തിൽ സ്ഥിരത കിട്ടും, ഈമാൻ ഉറപ്പ് കിട്ടുമെന്നേ. ഉറച്ച് നിൽക്കൊരു കാര്യത്തിൽ വസ്വാസം ഉണ്ടാവില്ല. പിന്നെ അള്ളാഹനെ അറിയാനുള്ള മാർഗവും അതിലുണ്ട്. അള്ളാഹനെ അറിയാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഏതായാലും നമുക്ക് ആ ആയത്ത് ഒന്ന് ഓതി നോക്കാം അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون صدق الله العظيم. അലിഫ് ലാം മീം. അത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക അല്ലേ. അതിനൊരുപാട് വേറെ ആശയങ്ങളൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനാണ് അതിൻ്റെ യഥാർത്ഥ ആശയം അറിയുക. ദാലിക്കൽ കിതാബ്, അള്ളാഹുവിൻ്റെ വേദം, ലാ റൈബ ഫീ, അതിലൊരു സംശയമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, സന്മാർഗം സിദ്ധിച്ചവർക്ക് വഴികാട്ടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിൻ്റെയൊക്കെ ആശയം എന്ന് പറഞ്ഞാൽ വലിയ ബൃഹത്തായ ആശയമാണ്, അതിലേക്കൊന്നും കടക്കണില്ല കേട്ടോ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ആരാണ് ഈമാൻ കിട്ടിയവർ? അവർ മറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കും ഇല്ലേ. ഖബറിനെ വിശ്വസിക്കും, ആഖിറത്തെ മഹ്ശറെ വിശ്വസിക്കും, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കറാമത്തിനെ വിശ്വസിക്കും, മുത്തനബിയുടെ മുഅ്ജിസത്തിനെ വിശ്വസിക്കും, ഒക്കെ വിശ്വസിക്കും. യുഖീമൂന സ്വലാഹ്, ഈ വിശ്വാസം ക്ലിയറായിട്ട് യുഖീമൂന സ്വലാഹ്, നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ, അങ്ങനെ നിസ്കരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ കൊടുക്കും ഇല്ലേ. അതായത് ഞാൻ ഉണ്ടാക്കിയ പൈസ എന്നുള്ള ബോധ്യം ആർക്കുണ്ടാവില്ല? മോമിനിങ്ങൾക്ക് ഉണ്ടാവില്ല. അള്ളാഹ് തന്നത് എന്നല്ല, അള്ളാൻ്റെതാണ് ഈ പൈസ, എൻ്റെതല്ല. ഇപ്പോൾ നമ്മൾ റിലീഫ് പദ്ധതി കണ്ടില്ലേ നിങ്ങൾ, പല ആളുകളോടും നമ്മൾ പറയാറുണ്ട്, ഒരു പാവപ്പെട്ട ഉസ്താദ് വളരെ തുച്ഛമായ ശമ്പളം, വലിയ പ്രയാസങ്ങളിലൂടെ പല കാര്യങ്ങളും കടന്നു പോകുന്നുണ്ട്, സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളിലൊക്കെ നമ്മളോട് സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല പ്രയാസം അനുഭവിക്കുന്ന ഹൈന്ദവരായ ആളുകളിലേക്ക് പോലും നമ്മൾ സഹായം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ സഹായം ചെയ്യുന്ന പല ആളുകളുടെയും മനസ്സിലുള്ളത് ഇത് ഞാനുണ്ടാക്കിയ, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്നാണെങ്കിൽ അതിന് പ്രതിഫലം എന്നല്ല, അതിലൂടെ നിങ്ങൾ എന്താണോ നെയ്യത്താക്കണത് അത് കിട്ടൂല. എന്നാൽ ഇത് എൻ്റെ റബ്ബ് തന്നതാണ്, അങ്ങനെയുമല്ല, ഇതെൻ്റെ പടച്ചോൻ്റെതാണ്, ഞാനതിൽ നിന്ന് കൊടുക്കുകയാണെന്നാണ്. മനസ്സിലായോ? അപ്പോൾ ആ ബോധ്യത്തിൽ ഹദിയ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ചെയ്യുന്നവരൊക്കെ അങ്ങനെ ചെയ്യണം. നമുക്കവരെ ചേർത്ത് പിടിക്കാലോ. നമ്മുടെ കയ്യിലുള്ളത് നമ്മുടേതല്ല, അള്ളാൻ്റെതാണ്. നമ്മൾ കൊടുത്തത് കൊണ്ട് കുറയൂല, കൂടുള്ളൂ. കാരണം അതിൻ്റെ ഉടമാരാണ് അള്ളാഹുവാണ്. ആ ബോധ്യത്തിൽ തന്നെ കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. കണ്ടോ, പരിശുദ്ധ ഖുർആനിലും മുൻകാല വേദങ്ങളിലും ആഖിറത്തിലും ഒക്കെ വിശ്വസിച്ചവരാണവർ. അവർ അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗത്തിലാണ്, അവരാണ് വിജയികൾ. ഈ മുഅ്മിനീങ്ങൾ മാത്രമാണ് വിജയികൾ. അപ്പോൾ ഈ ആയത്തുകൾ ഡെയിലി നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ തോൽക്കില്ല. എവിടെയും ജീവിതത്തിലോ കച്ചവടത്തിലോ മറ്റു മേഖലകളിലോ നിങ്ങൾ പരാജയപ്പെടൂല എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഈ 5 ആയത്ത് ഡെയിലി നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ശരീരത്തിലെ വേദന, ബുദ്ധിമുട്ടുകൾ, മറ്റു പ്രയാസങ്ങൾ, പരാധീനതകൾ ഇല്ലേ, തളർച്ചകൾ, ഇതൊക്കെ മാറിപ്പോണത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അള്ളാഹു അത് പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഈ ആഴ്ചയിലെ വിജയം ആരാണെന്ന് അറിയണം അല്ലേ. എവിടെ അഡ്മിൻ കൂട്ടന്മാരൊക്കെ ഒന്ന് നോക്കിയേ, വേഗാവട്ടെ. വെറൈറ്റി നെയിമാണല്ലോ, ഹസ്രത്ത് ഹംസത്ത്. ഏതായാലും കൺഗ്രാജുലേഷൻ ഹസ്രത്ത്.
അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഈ ഹസ്രത്ത് എന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഉസ്താദ് എന്നാണ് അർത്ഥം. ഉസ്താദുമാരെ ഹസ്രത്ത് എന്നാണ് വിളിക്കുക. ഇത് തമിഴ്നാട്ടിൽ നിന്നാണ്. കാരണം തമിഴന്മാർ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ലൈവ് കാണുന്നുണ്ട്. അതുപോലെ കർണാടകയിൽ നിന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മടവൂർ വെച്ച് ഒരുപാട് ആളുകൾ വയനാട്ടിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു, കോഴിക്കോട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, കർണാടകയിൽ നിന്ന്, അങ്ങനെ പല ആളുകളും നമ്മുടെ മുഹിബ്ബീങ്ങൾ ഒരുപാട് പേര് കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് അവരുടെ ആ ഒരു സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ, അള്ളാഹു ഹാസിലാക്കട്ടെ. അതുപോലെ മലപ്പുറത്ത് വെച്ച് പല സ്ഥലങ്ങളിൽ വെച്ച് പലരെയും കണ്ടു. അള്ളാഹു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഏതായാലും ഹസ്രത്തിന് കൺഗ്രാജുലേഷൻ. അപ്പോൾ ഈ ആഴ്ച 1000 രൂപ സമ്മാനമായി ലഭിച്ചത് നിങ്ങൾക്കാണ്. 2ാമത്തെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം വാട്സപ്പ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിലേക്ക് സമ്മാനം വന്നെത്തുന്നതായിരിക്കും. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, സിനാമുൽ ഖുർആൻ, ഖുർആനിൻ്റെ പൂഞ്ഞ എന്ന് പറഞ്ഞാൽ, പൂഞ്ഞ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകത്തിൻ്റെ മുകളിലുള്ള ഒരു ഹമ്പ് കണ്ടിട്ടില്ലേ, ഖുർആനിൻ്റെ ഹമ്പ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹ് ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകളുണ്ട്, എല്ലാം നീ നീക്കണേ അല്ലാ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. ഒരുപാട് വേദനകളുമായി സദസ്സിലിരിക്കുന്നവരുണ്ട്, എല്ലാ വേദനകളും നീ അകറ്റണേ തമ്പുരാനെ. മക്കളെ നന്നാക്കണേ അല്ലാ. മക്കളെ ഓർത്ത്, ഇണകളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. പടച്ചോൻ, ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട്, പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ ഇന്ന് പഠിച്ച ആയാത്തുകൾ ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. സ്വബാഹുൽ ഹൈർ കുടുംബത്തെ, പ്രത്യേകിച്ച് ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ നൽകുന്നവരടക്കം എല്ലാവരെയും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.